ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 5 ഇയർ LLBയുടെയും 3 ഇയർ LLBയുടെയും എൻട്രൻസ് എക്സാം റിസൾട്ട് എൻട്രൻസ് കമ്മീഷണർ പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റും സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മളെല്ലാവരും ഇതിലായി, കുറച്ച് മാസങ്ങളായി നമ്മളെല്ലാവരും ഇതിൻ്റെ പിന്നിലായിരുന്നു. ചിലരൊക്കെ ഒരു വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജിലൊക്കെ ഒരുപാട് സന്തോഷം കണ്ടു, ചിലതിലൊക്കെ സങ്കടവും കണ്ടു. പിന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു പറഞ്ഞു, ചേട്ടാ താങ്ക് യു ഫോർ ദ സപ്പോർട്ട്, ചേട്ടൻ്റെ കണ്ടന്റ് ഒരുപാട് ഹെൽപ്ഫുൾ ആയി എന്നൊക്കെ പറഞ്ഞു. ഗൈസ്, നിങ്ങൾ എന്നോട് താങ്ക് യു പറയണം. ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളോടാണ് താങ്ക് യു പറയണം. നിങ്ങൾ തന്ന സപ്പോർട്ട് അതെനിക്ക് അത്ര ഓവർവെൽമിങ് ആയ ഒരു സപ്പോർട്ടായിരുന്നു. എനിക്ക് ഒരു മെയ് മാസമൊക്കെ ആയപ്പോൾ, അതായത് ഞാൻ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ജോയിൻ ചെയ്യുന്ന സമയമൊക്കെ ആയപ്പോഴേക്കും എനിക്കിത് രണ്ടും, കണ്ടന്റ് ക്രിയേഷനും അതുപോലെ തന്നെ വീഡിയോ ചെയ്യലും പ്രാക്ടീസും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ആ സമയത്താണ് അതിൽ ഒരു വീഡിയോ അത്യാവശ്യം വ്യൂസ് കൂടുന്നതും ഞാൻ പിന്നീട് അത് റീസ്റ്റാർട്ട് ചെയ്യാൻ എന്നെ സ്വയം മോട്ടിവേറ്റഡ് ആവുന്ന അപ്പോഴാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സത്യം വീഡിയോ ചെയ്യാൻ സമയമില്ലാത്ത സമയം ഉണ്ടാക്കി വീഡിയോ ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളോടാണ് എനിക്ക് താങ്ക് യു പറയേണ്ടത്. പിന്നെ കുറെ പേരൊക്കെ ഇപ്പോൾ റിസൾട്ടൊക്കെ വന്ന് ചെറുതായി വിഷമത്തിലൊക്കെ സങ്കടത്തിലൊക്കെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. ഗൈസ്, നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്തു. ഓക്കെ, നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അൺപ്രഡിക്റ്റബിളാണ്. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കണമെന്നൊന്നുമില്ല, ഇല്ലേ? നമ്മുടെ ലൈഫ് ഈസ് ജസ്റ്റ് ലൈക്ക് എ റോളർ കോസ്റ്റർ ജേർണിയാണ്. അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈഫിൽ ഡൗൺസ് ഉണ്ടാവും, തോൽവികൾ ഉണ്ടാവും. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, വർക്ക് ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടത് നേടിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, ചേട്ടാ ഇന്ന റാങ്ക് ഉണ്ട്, കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു മെസ്സേജ്. കാറ്റഗറി ലിസ്റ്റ് ഇത്രയുണ്ട്, മെയിൻ റാങ്ക് ഇത്രയുണ്ട്, കിട്ടുമോ, ഗവൺമെന്റ് കോളേജ് കിട്ടുമോ, എറണാകുളം ലോ കോളേജ് കിട്ടുമോ? ഗൈസ്, ഞാൻ അത്രയും ഉറപ്പുള്ളവരടുത്ത് മാത്രമേ ഞാൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവരടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, വെയിറ്റ് ചെയ്യേ, അലോട്ട്മെന്റ് കൊടുത്ത് അലോട്ട്മെന്റ് വരട്ടെ. നമുക്ക് അങ്ങനെ ടോട്ടലി ഫൈനലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. പിന്നെ പലരും പറയുന്നുണ്ട്, കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഇത്ര വരെ കയറിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത്ര വരെ കയറും. അപ്പൊ ചിലവരൊക്കെ ഒരുപാട് നിങ്ങൾ ചുറ്റും ഒരുപാട് കേൾക്കുന്നുണ്ടാവും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് വെച്ച് നമുക്ക് ഇത്തവണ പറയാൻ സാധിക്കത്തില്ല. എങ്ങനെയാ പറയാൻ പറ്റുക? സർക്കംസ്റ്റാൻസ് ചേഞ്ച് ആയില്ലേ? പുതിയ മാർക്കിംഗ് പാറ്റേൺ പ്രകാരമുള്ള ഫസ്റ്റ് ബാച്ചാണ് നിങ്ങൾ. ഒരു റാങ്ക് ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിച്ചാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ സർക്കംസ്റ്റാൻസ് വെച്ച് ഈ കൊല്ലം കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഈ വർഷത്തെ സാഹചര്യം നമുക്ക് നോക്കിക്കാണാം നമുക്ക്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും അലോട്ട്മെന്റ് വരട്ടെ, ഡോണ്ട് ലൂസ് ഹോപ്പ്. ഓക്കെ, അപ്പൊ നമുക്കിത് ഓപ്ഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റ് ഉണ്ട്, സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ട്, അത് കഴിഞ്ഞ് വേക്കൻറ്റ് സീറ്റിലേക്ക് മോപ്പ് സ്പോട്ടൊക്കെ ഉണ്ട്. അവസാന അലോട്ട്മെന്റ് വരെ നമുക്ക് എന്തുണ്ട്, നമുക്ക് ഹോപ്പ് ഉണ്ട്. അപ്പൊ ആരും തന്നെ ഇപ്പൊ ഒരു തരത്തിലുള്ള ഹോപ്പ് എന്താ പറയുക വിടണ്ട. ആരും തന്നെ ഇപ്പൊ ഡിസപ്പോയിന്റഡ് ആവട്ടെ, നമുക്ക് വരട്ടെ, നമ്മുടെ അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ വരട്ടെ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്ന മെയിനായിട്ട് നമ്മൾ 5 ഇയറിന്റെ ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റ് ഒന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മൾ ഓക്കെ, എങ്ങനെയാണ് മാർക്കിംഗ് പാറ്റേൺ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുക. ഇനി ഈ റാങ്ക് ലിസ്റ്റ് അനലൈസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അടുത്ത വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട് നമ്മുടെ ചാനലിൽ. ഓക്കെ, അടുത്ത വർഷം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട് നമ്മുടെ ചാനലിൽ. അതുപോലെ തന്നെ അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അവർക്കൊക്കെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യുക, അവർക്കൊരു സ്റ്റഡി പ്ലാൻ സ്ട്രാറ്റജി അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റ് കയറണമെങ്കിൽ, അതായത് ക്വാളിഫൈ ചെയ്താലേ റാങ്ക് ലിസ്റ്റ് കയറുള്ളൂ. ക്വാളിഫൈ ചെയ്യണമെങ്കിൽ മിനിമം മാർക്ക് ഉണ്ട്. ഓക്കെ, ജനറൽ OBC കാൻഡിഡേറ്റ്സിന് അത് 36 മാർക്കും, SC ST കാൻഡിഡേറ്റ്സിന് 18 മാർക്കുമാണ്. ഓക്കെ, ഈ 18, 36 കിട്ടിയാലാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് കയറുള്ളൂ. അങ്ങനെ റാങ്ക് ലിസ്റ്റ് കയറിയാലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ക്വാളിഫൈഡ് എന്ന് പറയുള്ളൂ. അങ്ങനെ ക്വാളിഫൈഡ് ആയ ആൾക്കാരെ മാത്രമേ അലോട്ട്മെന്റിന് വേണ്ടി എൻട്രൻസ് കമ്മീഷണർ പരിഗണിക്കുള്ളൂ. നമുക്കറിയാം, മെറിറ്റ് സീറ്റിലേക്ക് എന്ത് ചെയ്യില്ല, എൻട്രൻസ് കമ്മീഷൻ അലോട്ട്മെന്റ് വഴിയാണ് കുട്ടികളെ കയറ്റുന്നത്. അങ്ങനെ മെറിറ്റ് സീറ്റിലേക്ക് നമ്മൾ അലോട്ട്മെന്റ് പരിഗണിക്കുകയും നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് കയറണം, അതായത് നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് റാങ്ക് ലിസ്റ്റിന്റെ ഒരു മാർക്കിംഗ് പാറ്റേൺ നോക്കി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് റാങ്കറുടെ മാർക്ക് എന്ന് പറയുന്നത് 323 ആണ്. 360 323 മാർക്കാണ് ഫസ്റ്റ് റാങ്കറുടെ മാർക്ക്. അത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യമാണ്. സാധാരണ ഇത്രയും ടോട്ടൽ മാർക്കിന് ഇത്രയും അടുത്തൊന്നും ഫസ്റ്റ് റാങ്കറുടെ മാർക്ക് വരാറില്ല. ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് റാങ്കറുടെ മാർക്ക് 323 മാർക്ക്. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമുള്ള പേപ്പർ ആയിരുന്നു. ആ എളുപ്പമുള്ളതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ റാങ്ക് ലിസ്റ്റിൽ കാണുന്നുണ്ട്. റാങ്ക് ലിസ്റ്റ് നല്ല ടൈറ്റ് ആയിട്ടുണ്ട്, ഇല്ലേ? ഒരു എക്സാം എളുപ്പമായുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ്. നമ്മൾ എപ്പോഴും എക്സാം എപ്പോഴും മോഡറേറ്റ് ആവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മോഡറേറ്റ് ആയി കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റ് കുറച്ചും കൂടി റിലാക്സ് ആവും. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് കടുകട്ടിയായി. ഓക്കെ, ടൈറ്റായി റാങ്ക് ലിസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് റാങ്കറുടെ മാർക്ക് എന്ന് പറയുന്നത് 323. ഇനി 49ാമത് കിടക്കുന്ന ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 275.
ഓക്കെ, അപ്പൊ ഫസ്റ്റ് റാങ്കും 49 റാങ്ക് തമ്മിൽ ഏകദേശം 50 മാർക്കിന് വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അതായത് ആദ്യത്തെ 50 റാങ്കിനുള്ളിൽ കിടക്കുന്ന ആൾക്കാർ ഏത് മാർക്ക് ഗ്രേഡ് റേഞ്ചിലാണ് കിടക്കുന്നത്? 275 തൊട്ട് മൊത്തം മുതൽ 323 വരെയാണ്. ഇനി 300-ൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ, 300 മാർക്കുള്ള വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഈ 100ാമത് റാങ്ക് കിടക്കുന്ന വ്യക്തിയുടെ മാർക്ക് എത്രയാണ്? 260 ആണ്. ഇനി 201ാമത് റാങ്ക് കിട്ടിയ ആളുടെ മാർക്ക് എത്രയാ? 245 മാർക്കാണ്. ഓക്കെ, പിന്നെ 363 റാങ്ക് കിട്ടിയ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 228 ആണ്. 400ാമത്തെ റാങ്ക് കിടക്കുന്ന ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 225 ആണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 49ാമത്തെ റാങ്ക് കിടക്കുന്ന വ്യക്തിയും 400ാമത്തെ റാങ്ക് കിടക്കുന്ന വ്യക്തിയും തമ്മിൽ അധികം മാർക്ക് വ്യത്യാസമില്ല, ഒരു 50 മാർക്കിന് വ്യത്യാസമുള്ളൂ. അതായത് ഗവൺമെന്റ് സീറ്റിന് വേണ്ടി ഏറ്റവും കൂടുതൽ കൂട്ടയിടി നടക്കുന്നത് ഈ 275 മുതൽ 226 ആ മാർക്കിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്ത ഗവൺമെന്റ് സീറ്റിന് വേണ്ടിയുള്ള ഒരു എന്താ പറയുക കൂട്ടയിടി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ മാർക്കിംഗ് പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് മനസ്സിലാകുന്നത്. അപ്പോൾ ഇനി മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 5 ഇയറിൽ മൊത്തം 360 ഗവൺമെന്റ് മെറിറ്റ് സീറ്റുകളാണ് ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 360. അപ്പോൾ ആദ്യത്തെ 360-ൽ കയറണമെങ്കിൽ എത്ര മാർക്ക് വേണം? ഞാൻ ഓൾറെഡി പറഞ്ഞു 363ാം റാങ്കിൽ കിടക്കുന്ന ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 228 ആണ്. അതായത് 228ഉം അതിന്റെ മേളിലേക്ക് വേണം ഈ വർഷം ആദ്യത്തെ 360 റാങ്കിന്റെ ഉള്ളിൽ വരാൻ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട വെച്ചാൽ അടുത്ത വർഷം പ്രിപ്പയർ ചെയ്യുന്ന ഒരു എയിം ഫോർ എ മാർക്ക് എബവ് 250, 250 മാർക്കിന് മേളൊരു മാർക്ക് നിങ്ങൾ എയിം ചെയ്യുക നിങ്ങൾ. ഓക്കെ, അങ്ങനെ 250 മാർക്ക് എയിം ചെയ്താലേ 230 നമ്മൾ കിട്ടുള്ളൂ. അപ്പോൾ 250 മാർക്കിന് മേളിൽ എയിം ചെയ്ത് ആ രീതിയിൽ നിങ്ങളുടെ സ്റ്റഡി നിങ്ങൾ എന്ത് ചെയ്യുക? സ്ട്രാറ്റജൈസ് ചെയ്യുക. ഓക്കെ, കാരണം ഈ പിന്നെ സാഹചര്യങ്ങൾ മാറാം. ചിലപ്പോൾ അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചുകൂടി ടഫ് ആകുമ്പോൾ ഈ മാർക്ക് ഗ്രേഡിൽ വ്യത്യാസങ്ങൾ വരാം. ബട്ട് ഞാൻ ഒന്ന് പറയാം, ഈ വർഷം എന്ന് പറയുന്നത് കനത്ത ടൈറ്റായി, കാരണം എക്സാം ഈസി ആയിരുന്നു, കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. അപ്പോൾ അടുത്ത വർഷം പഠിക്കുന്ന ഒരു 250-ന് മേളിൽ മാർക്ക് മേടിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യത്തെ 360-ന്റെ ഉള്ളിൽ കയറാൻ നമുക്ക് ഈ വർഷം ഒരു 228, 229 മാർക്കിന് മേളിലേക്ക് മതി. ഓക്കെ, 363ാം റാങ്കിൽ കിടക്കുന്ന ആളുടെ മാർക്ക് എന്ന് പറയുന്നത് ഈ 228 ആണ്, 228 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റ് നമുക്കൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. അതായത് 300-ന് മേളിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ആൾക്കാർ കിടക്കുന്നത് ഈ 300 to 230 ആ ഒരു സ്ലാബിലാണ് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് സീറ്റിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ ടൈറ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ആ 300 to 230 എന്ന ഒരു സ്ലാബിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ കവർ ചെയ്തത്. നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോയിൽ ഈ റാങ്ക് ലിസ്റ്റ് നമ്മളൊന്ന് അനലൈസ് ചെയ്യാണ് ചെയ്തത് നമ്മൾ. ഓക്കെ, അനലൈസ് ചെയ്യുന്ന മെയിൻ കാരണം എന്താ വെച്ചാൽ അടുത്ത വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവും. നിങ്ങൾക്കൊരു ടാർഗറ്റ് വെച്ച് നിങ്ങൾക്ക് പഠിക്കാം, ഇത്ര മാർക്കിന് മേളിലേക്ക് വേണം എന്ന ടാർഗറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇനി ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 360-ന്റെ ഉള്ളിൽ വന്നാൽ നമുക്ക് ഷുവർ നമുക്ക് എന്തെങ്കിലും നമുക്ക് കിട്ടും. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഷുവറായിട്ട് നമുക്ക് ഗവൺമെന്റ് കോളേജിൽ മെറിറ്റ് സീറ്റ് കിട്ടും. ഇനി 360-ന്റെ മേളിലേക്ക് വന്നാൽ 400, 500 ഒക്കെ വന്നാൽ ഗവൺമെന്റ് കോളേജിൽ പഠിക്കാൻ പറ്റുമോ ചേട്ടാ? പഠിക്കാൻ പറ്റും. കാരണം എന്താ വെച്ചെന്നറിയോ, നമ്മുടെ എൻട്രൻസ് കമ്മീഷണർ സീറ്റ് അലോട്ട് ചെയ്യുന്ന റാങ്ക് മാത്രം നോക്കിയല്ല, റിസർവേഷൻ ബേസിസ് ഉണ്ട് ഇല്ലേ? മാൻഡേറ്ററി റിസർവേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്ടസ് നോക്കുക നമുക്ക് മനസ്സിലാവും ഇത്ര ശതമാനം സീറ്റ് ഒരു കാറ്റഗറിക്ക് ഓരോരോ കാറ്റഗറിക്കും റിസർവ്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ ഒന്നും തരത്തിൽ അതൊന്നും ഫൈനലൈസ് ചെയ്യാൻ ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അലോട്ട്മെന്റ് വരട്ടെ. അലോട്ട്മെന്റ് വരുമ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് അവസാന അലോട്ട്മെന്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാക്കി അലോട്ട്മെന്റും കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസ് ഇനി അങ്ങോട്ട് തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെയും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും നമ്മുടെ യൂട്യൂബിലൂടെ എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ജോയിൻ ചെയ്ത് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ടെലഗ്രാം ചാനൽ എടുത്തു നോക്കാം. നമ്മുടെ ടെലഗ്രാം ചാനലിൽ കംപ്ലീറ്റ് അപ്ഡേഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സ്പോട്ട് അലോട്ട്മെന്റും സീറ്റ് വേക്കൻസിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അപ്ഡേറ്റഡ് ആയിരിക്കുക, അലേർട്ട് ആയിരിക്കുക. ഇത് വളരെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള പീരീഡാണ്. ഇനി അങ്ങോട്ട് ഒരു അഡ്മിഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള പീരീഡ്. അപ്പോൾ എല്ലാവരും അലേർട്ട്
കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ തന്ന സപ്പോർട്ടിന് എല്ലാം ഒരു ബിഗ് താങ്ക് യു ടു യു. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും തരണമെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇനി നമ്മൾ ഫർദർ ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇനി ലോ കോളേജിൽ കയറി കഴിഞ്ഞാൽ ഇനിയും അക്കാദമിക് ആയിട്ട് ലോ കോളേജിൽ പഠിക്കുന്ന സബ്ജക്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കണ്ടന്റ് ആയിട്ട് നമ്മൾ ഇനിയും സബ്ജക്ട് ക്ലാസ്സുകൾ നമ്മൾ വരുന്നുണ്ട് നമ്മൾ. അപ്പോൾ താങ്ക് യു. ഈ കണ്ടന്റ് നിങ്ങളെ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഉറപ്പായും സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു.